നമ്മളെല്ലാവരും സാധാരണ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റിൽ ഒരു നിഗൂഢമായ സംഖ്യ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷേ ആരും ഇത് ശ്രദ്ധിക്കാറില്ല. നമുക്കറിയാം, രക്തം കട്ടിയാവുമ്പോൾ ഹൃദയാഘാതത്തിനും പക്ഷാഘാതത്തിനും അത് കാരണമായേക്കാം. നിങ്ങളുടെ രക്തം എത്ര കട്ടിയുണ്ടെന്ന് കൃത്യമായി പറഞ്ഞു തരുന്ന ഈ ഒരു സംഖ്യ നിങ്ങളുടെ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട്. നിങ്ങൾ സാധാരണ ചെയ്യുന്ന CBC എന്ന് പറയുന്ന ബ്ലഡ് റിപ്പോർട്ടിലുണ്ട്. ഇത് നോക്കിയാൽ നിങ്ങളുടെ ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം വെള്ളം പോലെയാണോ അതോ കട്ടി കൂടി ചളി പോലെ ആയിട്ടുണ്ടോ എന്നുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ എല്ലാവരും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് എടുക്കുക. അതിനകത്ത് PCV എന്ന് പറയുന്ന അതല്ലെങ്കിൽ ഹെമറ്റോക്രിറ്റ് എന്ന് പറയുന്ന ഒരു നമ്പർ നോക്കുക. അത് 45 മുകളിലാണോ അതോ താഴെയാണോ ഒന്ന് കമന്റ് ചെയ്യുക. എന്താണ് യഥാർത്ഥത്തിൽ PCV? നമ്മൾ വീട് പണിയാൻ സിമെന്റും മണലും വെള്ളമൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യുന്ന ആലോചിക്കുക. എന്നാൽ ആ മിക്സിംഗിൽ വെള്ളം വളരെ കുറയും, മണലും സിമെന്റും കൂടുകയും ചെയ്താൽ ഈ മിക്സ് പൈപ്പിലൂടെ ഒഴുകൂല. അതുപോലെ രക്തത്തിലെ ദ്രാവകാംശവും ചുവന്ന രക്തകോശങ്ങളും തമ്മിലുള്ള ഒരു അനുപാതമാണ് PCV. എന്ന് വെച്ചാൽ രക്തത്തിന്റെ ആകെ അളവിൽ എത്ര ശതമാനം ചുവന്ന രക്താണുക്കൾ ഉണ്ടെന്നാണ് PCV കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും PCV കൂടുന്നതിന്റെ അർത്ഥം രക്തം കട്ടി കൂടുക എന്നുള്ളതാണ്. ഇനി PCV കൂടുകയാണെങ്കിലുള്ള പ്രശ്നം എന്താണ്? ഒരു പൈപ്പിലൂടെ വെള്ളം പമ്പ് ചെയ്യുന്നതും അതിന് പകരം കട്ടിയുള്ള തേന് പമ്പ് ചെയ്യുന്നതെന്ന് സങ്കല്പിക്കുക. ഇപ്പൊ PCV 50 മുകളിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ രക്തം തേന് പോലെ കട്ടിയുള്ളതായിട്ടുണ്ടാവും. ഇത്രയും കട്ടിയുള്ള രക്തം പമ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഹൃദയം എന്ന മോട്ടോർ വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരികയാണ്. ഇങ്ങനെ രക്തത്തിന്റെ കട്ടി കൂടുമ്പോൾ അത് BP കൂട്ടാനും ഹൃദയമാംസപേശികൾക്ക് വീക്ക് ഉണ്ടാക്കാനൊക്കെ കാരണമാവും. രണ്ടാമത്തെ പ്രശ്നം, PCV കൂടുമ്പോൾ രക്തകോശങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടും. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ രക്തധമനികളിൽ അത് കുടുങ്ങിക്കിടക്കും. അതുകൊണ്ട് തന്നെ ത്രോംബോസിസ് അഥവാ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത ഇങ്ങനെയുള്ളവർക്ക് വളരെ കൂടുതലാണ്. ഇതുവഴി ഹൃദയാഘാതമോ പക്ഷാഘാതമോ ഒക്കെ ഉണ്ടാവും. ഇനി PCV കൂടാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം പുകവലിയാണ്. സിഗരറ്റിന്റെ പുകയിലെ കാർബൺ മോണോക്സൈഡ് കാരണം ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയും. അത് പരിഹരിക്കാനായിട്ട് ശരീരം വളരെ കൂടിയ അളവിൽ ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ളവർക്ക് PCV ചിലപ്പോൾ 55-60 ലെവലിലൊക്കെ എത്തും. ഇത് ഭയങ്കര അപകടമാണ്. രണ്ടാമത്തെ കാരണം, ഉയർന്ന മലമ്പ്രദേശങ്ങളിലൊക്കെ വായുവിലെ ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഓക്സിജൻ കൂട്ടാനായിട്ട് ശരീരം സ്വാഭാവികമായിട്ടും കൂടുതൽ ചുവന്ന രക്താണുക്കൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇത് PCV കൂട്ടും. മൂന്നാമത്തെ കാരണം, അമിതവണ്ണം ഉള്ളവർക്കാണ്. അവർക്ക് ശ്വാസകോശത്തിന് പൂർണ്ണമായിട്ട് വികസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇതിനെ ഒബീസിറ്റി ഹൈപ്പോവെന്റിലേഷൻ സിൻഡ്രോം എന്നാണ് പറയുക. ഇത് കാരണം ശരീരത്തിൽ ഓക്സിജൻ കുറയും. അതുകൊണ്ട് തന്നെ ഓക്സിജൻ കൂട്ടാനായിട്ട് കൂടുതൽ ചുവന്ന രക്താണുക്കൾ ഉണ്ടാവുകയാണ്. നാലാമത്തെ കാരണം, ഈ ജിമ്മിലൊക്കെ പോകുന്ന ചില ആളുകൾ അനബോളിക് സ്റ്റിറോയിഡുകൾ അതല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ സപ്ലിമെന്റുകൾ ഇതൊക്കെ ഉപയോഗിക്കും. ഇത് കാരണം എരിത്രോപോയറ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കൂടുതലായിട്ട് ഉണ്ടാവുകയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ PCV വൻ തോതിൽ കൂടും. ചെറുപ്പക്കാരിൽ പോലും ഹൃദയാഘാതത്തിന് കാരണമാവുകയും ചെയ്യും. ഒരു ചെടി വേഗത്തിൽ വളരാൻ വേണ്ടിയിട്ട് അമിതമായിട്ട് വളം ചേർത്താൽ ആ ചെടി തന്നെ നശിച്ചു പോകുന്ന പോലെയാണ്. ഇനി PCV എന്ന ഈ പവർഫുൾ ആയിട്ടുള്ള സംഖ്യ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്നാമത്തത്, നിങ്ങളുടെ റിപ്പോർട്ട് എടുക്കുക. അതിലെ PCVയുടെ അളവ് നോക്കുക. സാധാരണ പുരുഷന്മാർക്ക് 40-നും 50-നും ഇടയിലായിരിക്കണം. സ്ത്രീകൾക്ക് 35-നും 45-നും ഇടയിലായിരിക്കണം. PCV 50-ന് മുകളിലാണെങ്കിൽ രക്തം നന്നായിട്ട് കട്ടി കൂടി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ധാരാളം വെള്ളം കുടിക്കുക. നിർജ്ജലീകരണം കാരണമാണ് പലരിലും PCV ഉയർന്നു കാണുന്നത്. ദിവസം കൃത്യമായ അളവിൽ വെള്ളം കുടിച്ചാൽ രക്തത്തിന്റെ കട്ടി കുറക്കാനും PCV സാധാരണ നിലയിലാക്കാനും സാധിക്കും. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, പുകവലി പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക. PCV കൂടിയ ഒരു ഹൃദ്രോഗി പുകവലിക്കുന്നത് അയാളുടെ ഹൃദയത്തിലേക്ക് വിഷം കുത്തിവെക്കുന്നതിന് തുല്യമാണ്. നാലാമത്തെ കാര്യം, രാത്രിയിൽ കൂർക്കം വലിക്കുന്ന ആളാണെങ്കിൽ അത് PCV കൂടാനുള്ള ഒരു പ്രധാന കാരണമാണ്. ഉറക്കത്തിൽ ഇങ്ങനെയുള്ളവരുടെ ഓക്സിജന്റെ അളവ് കുറയും. അതുകൊണ്ട് തന്നെ ശരീരം കൂടുതൽ രക്തം നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഉറക്കത്തിൽ സ്ലീപ്പ് അപ്നിയ അസുഖമുള്ളവർ അത് ചികിത്സിക്കുന്നത് കാരണം PCV നോർമലാക്കാൻ സാധിക്കും. അഞ്ചാമത്തെ കാര്യം, ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ 3 മാസത്തിൽ ഒരിക്കലെങ്കിലും CBC ടെസ്റ്റ് ചെയ്തിട്ട് PCV നോക്കണം. മരുന്നുകളൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് തീരുമാനിക്കാൻ ഇത് ഡോക്ടർമാരെ സഹായിക്കും. ആറാമത്തത്, PCV വളരെ കൂടിയ അളവിലുള്ള വ്യക്തികൾ രക്തം ദാനം ചെയ്യുന്നത് വളരെ നല്ലൊരു ചികിത്സയാണ്. ഇത് ഹൃദയത്തിന്റെ സമ്മർദ്ദം കുറക്കും. മാത്രമല്ല പുതിയ രക്തം ഉണ്ടാവാനും സഹായിക്കും. ഹൃദയാരോഗ്യത്തിന് കൊളസ്ട്രോളിനെക്കാളും പ്രധാനമായിട്ടുള്ള ഈ വിവരത്തെക്കുറിച്ച് നിങ്ങൾ എല്ലാവരെയും ഒന്ന് ബോധവാന്മാരാക്കണം.